റാന്നി മോതിരവയൽ 52 എന്ന സ്ഥലത്ത് മരത്തിൽ നിന്നും വീണ് സുഷുമ്നാ നാഡി തകരാറിലായി അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട ഷിനു കാഞ്ഞിരംകണ്ടത്തിലിന് വേൾഡ് മലയാളി കൗൺസിൽ അജ്മാൻ പ്രൊവിൻസ് പ്രസിഡന്റ് ഡയസ് ഇടുക്കളയുടെ നേതൃത്വത്തിൽ മിഡിൽ ഈസ്റ്റ് റീജിയണൽ കാരുണ്യഭവനം പദ്ധതിയുടെ ഭാഗമായി വീട് വെച്ച് നൽകി. ഷിനുവും കുടുംബവും മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ പേര് ഷിനു. റാന്നി മോതിരവയൽ 52 വീട്. ഞാൻ 11 വർഷം മുമ്പ് മരത്തിൽ നിന്ന് വീണ് കിടപ്പിലായി. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വീട്ടിൽ പ്രായമായ അമ്മയും ഭാര്യയും ഒരു മോളുമാണ് ഉള്ളത്. ഇങ്ങനെ ഭാര്യ ജോലിക്കൊക്കെ പോയാൽ ഇപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഷിനുവിൻ്റെ വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ ഷിനുവിൻ്റെ ഭാര്യ വൈദ്യുതി കണക്ഷനായി KSEB റാന്നി നോർത്ത് സെഷൻ ഓഫീസിലെത്തി അപേക്ഷ സമർപ്പിച്ചു. എന്നാൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിന് KSEBയിൽ അടയ്ക്കേണ്ട CD തുക KSEB നോർത്ത് ഓഫീസിലെ ജീവനക്കാർ സമാഹരിച്ച് CD തുക അടയ്ക്കുകയും തുടർന്ന് വൈദ്യുതി കണക്ഷൻ ലഭിക്കുകയും ചെയ്തു. എൻ്റെ പേര് ഓമനഷിനു. എൻ്റെ ഭർത്താവാണ് കിടപ്പിലായത്. 2013 ഒക്ടോബർ 6-ാം തീയതിയാണ് അദ്ദേഹം ഭർത്താവ് ഇതുപോലെ മരത്തിനുള്ള വീണത്. വലിയ പൊക്കമൊന്നുമില്ല, പക്ഷെ മേളിൽ നിന്ന് വീണപ്പോൾ തന്നെ താഴോട്ട് വന്ന് എനിക്ക് മുന്നോട്ട് ആഞ്ഞുപോയി. അപ്പോൾ തന്നെ 2 കാലും മരിച്ച് വീണ്ടും ഞങ്ങൾ അക്കരെ ഹോസ്പിറ്റലാണ്. നമ്മൾ എന്ത് അസുഖം വന്നാലും നമ്മൾ അക്കരെ താലൂക്ക് ഹോസ്പിറ്റലാണ് പോകുന്നത്. അവിടെ ചെന്ന് എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ അവരെ മെഡിക്കൽ കോളേജിൽ പറഞ്ഞു വിട്ടു. അങ്ങനെ അവിടെ ചെന്ന് 19 ദിവസം അവിടെ ഞങ്ങൾ അഡ്മിറ്റായി. MRI ഒക്കെ എടുത്തപ്പോഴാണ് സ്പൈനൽ കോഡ് പ്രശ്നമാണെന്ന് മനസ്സിലായത്. ഇപ്പോൾ 11 വർഷം 12 വർഷമായി ഇപ്പം കിടപ്പിലായിട്ട്. അതിനുശേഷം ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. കാരണം ഞങ്ങൾക്ക് 2 പെൺമക്കളായിരുന്നു. അദ്ദേഹം വീണ് കഴിഞ്ഞ് ഒരു 2 മാസം ആയില്ല. അതിന് മുൻപ് രണ്ടാമത്തെ മോൾക്ക് 2 വയസ്സേ ഉള്ളായിരുന്നു. മോൾ ഇതുപോലെ പനിയൊക്കെ ആയിട്ട് ഇതുപോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മോള് മരിച്ചു. അത് കഴിഞ്ഞ് ഒരു 1-2 ഇപ്പോൾ 8 വർഷം കഴിഞ്ഞ് മോള് മരിച്ചിട്ട് അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ അനിയനും മരിച്ചു. അങ്ങനെ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആ ഒരു സമയത്ത് ഉണ്ടായി. റാന്നി മോതിരവയൽ 10-ാം വാർഡ് മെമ്പർ അനിത അനിൽകുമാറിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ഷിനുവിൻ്റെ കുടുംബത്തെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കുവാൻ സഹായിച്ചത്. ഷിനു മരത്തിൽ നിന്ന് വീണത് വിറക് ശേഖരിക്കാൻ പോയിരുന്നതാണ്. അപ്പം മരത്തിൽ നിന്ന് വീണപ്പോൾ തന്നെ ആശുപത്രി കൊണ്ടുപോയതിന് ശേഷം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടുന്ന് എനിക്കൊന്നൊരു മാസത്തിനുള്ളിൽ ഇവിടെ എത്തി. അപ്പോൾ നട്ടിൽ പൂർണ്ണമായിട്ടും തകർന്ന നിലയിലായിരുന്നു. അദ്ദേഹത്തിന് കിടക്കയിൽ നിന്ന് എണ്ണിക്കാൻ വയ്യാത്തൊരു സാഹചര്യമായിരുന്നു. എന്നാലും നമുക്കറിയാം, അന്ന് മുതൽ പല പ്രവാസി മലയാളികളും അതുപോലെ തന്നെ നമ്മുടെ ദേശത്തുള്ള എല്ലാവരും വളരെ സഹായം ചെയ്യുകയൊക്കെ ചെയ്ത് മനുഷ്യത്വപരമായിട്ട് ഇടപെട്ടതുകൊണ്ട് ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോവുകയായിരുന്നു. എന്നാൽ നിലവിൽ അവർക്കൊരു വീട് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് വേറൊരാൾ കേസ് കൊടുത്തതുകൊണ്ട് അവിടെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വീടോ മറ്റും ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പലപ്പോഴും മീനിൻസൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം, ഷിനുവിനെ സംബന്ധിച്ചിടത്തോളം ഷിനു കട്ടിൽ നിന്ന് എണ്ണിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പം അങ്ങനെ വീടില്ലാത്ത സാഹചര്യത്തിൽ ഇതുപോലെ അജ്മാനിലുള്ള UAE അജ്മാനിലുള്ള മലയാളി അസോസിയേഷൻകാരൻ, അതിനകത്ത് നമുക്കറിയാം, നമുക്കെല്ലാം ചിരപരിചിതനായിട്ടുള്ള പ്രിയപ്പെട്ട ഡയസ് ഇടുക്കള അടങ്ങുന്ന ടീമാണ് നമുക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. അതുപോലെ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ഒരു വിദേശ മലയാളിയായിട്ടുള്ള ഒരാൾ മണ്ണവരിതിൽ നിന്ന് ബിജു എന്ന് പറയുന്ന അദ്ദേഹം അതിനുവേണ്ടിയുള്ള പൈസ നൽകി. അങ്ങനെ സ്ഥലവും വാങ്ങി വീടും വെച്ച് നൽകി. ഇതെല്ലാം പണി പെട്ടെന്ന് 6 മാസം കൊണ്ടെല്ലാം ചെയ്തു. അതുപോലെ തന്നെ കറണ്ട് ലഭ്യമല്ലാതിരുന്ന സാഹചര്യത്തിൽ കറണ്ടിന് വേണ്ടി നമ്മുടെ റാന്നി നോർത്തിലുള്ള ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരെല്ലാവരും കൂടി പണം പിരിച്ചെടുത്ത് അതിനുവേണ്ടി CD അടച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ കറണ്ടിൻ്റെ കണക്ഷനും നൽകി. ഫാനും ഒക്കെ അത് അവർ ഫിറ്റ് ചെയ്ത് സഹായം ചെയ്ത് നൽകി. അങ്ങനെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള സഹായം കൊണ്ടാണ് നമ്മുടെ ഷിനുവിൻ്റെ സ്വപ്നഭവനം ഇന്ന് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സഹായഹസ്തങ്ങളുമായിട്ട് വിദേശത്തും സ്വദേശത്തുമുള്ള ആളുകൾ സഹായിക്കുന്നത് പോലെ അനേകം ജീവിതം രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള പല കുടുംബങ്ങളും നമ്മൾക്ക് ചുറ്റുമുണ്ട്. അതൊന്നും നാം കാണാതെ പോകരുത്. സിറ്റി ന്യൂസ് റാന്നി.